ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും അത്തരമൊരു സൂചനയാണ് നമുക്ക് നൽകിയത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി പോലെയുള്ള കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനെ കൈവിട്ട മധ്യ കേരളത്തിലെ ഈ ജില്ലകളെല്ലാം തന്നെ UDFിലേക്ക് തിരികെ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ട്രെൻഡ് ഈ ജില്ലകളിൽ നിലനിൽക്കുമെന്ന് തന്നെയാണ് അഭിപ്രായ സർവേകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 5ലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നിലവിൽ UDFന് ഒരൊറ്റ സീറ്റ് മാത്രമാണുള്ളത്, അത് തൊടുപുഴയാണ്. ആ സീറ്റ് UDF മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശേഷിക്കുന്ന 4 മണ്ഡലങ്ങൾ ഇടുക്കി, ഒപ്പം തന്നെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം എന്നീ 4 മണ്ഡലങ്ങളിൽ മികച്ച ഒരു പോരാട്ടമാണ് UDF കാഴ്ചവെക്കുന്നതിൽ. പല മണ്ഡലങ്ങളും UDFന് ഇത്തവണ തിരികെ പിടിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായിട്ട് മാറുന്നത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ നിലവിലെ MLA എന്ന് പറയുന്നത്, അവിടുത്തെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് ജലവിഭവ മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിനാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ MLA ആണ് റോഷി അഗസ്റ്റിൻ. ഇത്തവണ അദ്ദേഹം അവിടെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാണ് നേരിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2001 മുതൽ ഇടുക്കിയുടെ പ്രതിനിധി റോഷി അഗസ്റ്റിനാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം LDF ടിക്കറ്റിലാണ് അവിടെ മത്സരിച്ച് വിജയിച്ചത്. അതിന് തൊട്ടു മുമ്പുള്ള 4 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം UDFനൊപ്പമായിരുന്നു. 2021 LDFന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു, വിജയിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2016 ഉണ്ടായിരുന്ന ഏതാണ്ട് 9,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5,000-ലധികമായിട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണ റോഷി അഗസ്റ്റിന്റെ പരാജയം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പടലപ്പിണക്കങ്ങളും റോഷിയോടുള്ള ഒരു എതിർപ്പുമാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുൻപൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കകാലത്ത് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയോട് നടത്തിയിട്ടുള്ള ചില പെരുമാറ്റങ്ങളും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളും ജോസ് കെ മാണിയെ പാലയിൽ തന്നെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നടത്തിയ കാര്യങ്ങളും ഒക്കെ തന്നെ ജനങ്ങളുടെ മുന്നിലുണ്ട്. ഒപ്പം ഈ ജോസ് കെ മാണിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ സൂപ്പർ ചെയർമാൻ ചമയുന്നു എന്നൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. അദ്ദേഹം പാർട്ടിക്ക് അതീതനായിട്ട് വളരുന്നു, പാർട്ടി ചെയർമാന് പുല്ലുവില കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് റോഷി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കേരള കോൺഗ്രസ് മാണി പാർട്ടിയിൽ തന്നെ ശക്തമായിട്ടുണ്ട്. ഇത്തവണ അത് റോഷി അഗസ്റ്റിന് വലിയ രീതിയിൽ പ്രതികൂലമായിട്ട് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ സീറ്റ് നിലവിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആ സീറ്റ് മത്സരിച്ചു കൊണ്ടിരുന്നത് കേരള കോൺഗ്രസ് ആണ്. അത് റോഷി അഗസ്റ്റിൻ LDFിലേക്ക് പോയപ്പോൾ അത് ജോസഫ് വിഭാഗത്തിന് കൊടുത്തു. കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് ജോർജാണ് മത്സരിച്ചത്. എന്നാൽ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു. ഇത്തവണ ആ സീറ്റ് തിരികെ പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. റോയി കെ പൗലോസാണ് കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത്. അത് പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശം തീർത്തിട്ടുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ ഏതാണ്ട് 87-ന് ശേഷം ആദ്യമായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ തങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമായിട്ട് അതിനെ UDFന്റെ കോൺഗ്രസിന്റെ ഒക്കെ തന്നെ അണികളും അനുഭാവികളും എല്ലാം കാണുന്നുണ്ട്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ആ കൈപ്പത്തി ചിഹ്നത്തിൽ ഇത്തവണ വോട്ട് ചെയ്യാനുള്ള ഒരു അസുലഭ അവസരം അതിനെ പരമാവധി മുതലാക്കുക, അല്ലെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊരു ആഗ്രഹം കൂടി ആ വോട്ടർമാർക്കിടയിലുണ്ട്. അത് കോൺഗ്രസിന് വലിയ രീതിയിൽ ഗുണകരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിന്റെ ആ ഒരു തുടർച്ചയായിട്ടുള്ള വിജയങ്ങളുടെ ഒരു സ്ട്രീക്ക് അതിന് അന്ത്യം കുറിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോയി കെ പൗലോസ് റോഷി അഗസ്റ്റിനെ ഇത്തവണ ഇടുക്കിയിൽ മലർത്തിയടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്.